സുരേഷ് ഗോപി എന്നുള്ള ഒരു ടാഗ് ലൈൻ ഉള്ളതുകൊണ്ട് മാത്രം അച്ഛൻ എടുക്കുമെന്ന് പറഞ്ഞു തൃശ്ശൂർക്കാർ തന്നു. അച്ഛനെ പറ്റി പറഞ്ഞിട്ടുള്ള ആൾക്കാരെല്ലാം ഞാൻ ഈ ഒരു ബ്രാക്കറ്റിനകത്താണ് അവരെ വെച്ചിരിക്കുന്നത്. വീട്ടിലിരിക്കുന്ന എൻ്റെ അമ്മേനെയും പെങ്ങന്മാരെയും സോഷ്യൽ മീഡിയയിൽ വൾഗറായിട്ട് ഓടിച്ചെന്ന് അടി വാങ്ങിയിട്ട് അയ്യോ എനിക്ക് അടി കിട്ടിയെന്ന് പറഞ്ഞ് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഡയലോഗും ഉണ്ടായിട്ടില്ല, അങ്ങനത്തെ ഒരു ആക്ഷനും ഉണ്ടായിട്ടില്ല. തോറ്റ് കിടക്കുന്നവൻ ജയിച്ചു വരുന്നതിൻ്റെ ഒരു കഥയാണ്. ഞാൻ ഒരു കള്ളനല്ല, എനിക്ക് ദുരുദ്ദേശമില്ല. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ രണ്ട് അതിഥികൾ, രണ്ടുപേർക്ക് സ്വാഗതം. കുമ്മാട്ടിക്കളി എന്തുവായിരുന്നു? നമ്മൾ ഈ ഓണത്തിനൊക്കെ കേട്ടിട്ടുണ്ടല്ലോ പല ഓണക്കളികൾ രീതിക്ക്. എന്താണ് കുമ്മാട്ടിക്കളി? പറഞ്ഞു വെക്കണം മാധവ്. കുമ്മാട്ടിക്കളി എന്ന ആർട്ട് ഫോമാണ്. കുമ്മാട്ടിക്കളി നോർത്തേൺ കേരള, അതായത് കൂടുതലും തൃശ്ശൂരും പാലക്കാടും പ്രിവീലൻ്റ് ആയ ഒരു ആർട്ട് ഫോമാണ്. ഓണ സമയത്ത് നടക്കുന്നതാണ്. ആൻഡ് ഈ സിനിമയുടെ ടൈറ്റിൽ കുമ്മാട്ടിക്കളി ആവാൻ കാരണം ഇത് കുമ്മാട്ടിക്കളിയെ ബേസ് ചെയ്ത്, ആ ആർട്ട് ഫോമിനെ ബേസ് ചെയ്ത സിനിമ അല്ല. ഇതിലെ ക്യാരക്ടേഴ്സ്, മെയിൻ 4 ബോയ്സിൻ്റെ ക്യാരക്ടേഴ്സ് ഒന്നാവാൻ കാരണവും ഒന്നിച്ച് കൂടാൻ കാരണവും കുമ്മാട്ടിക്കളിയാണ്. നമുക്ക് നമ്മുടെ അമ്മയെ പോലത്തെ ഒരു ക്യാരക്ടർ കിട്ടുന്നത്. ഇവരെല്ലാവരും അനാഥരാണ്. ഒരു മദറിലെ ക്യാരക്ടർ ലെന മാമിൻ്റെ ക്യാരക്ടറിനെ മീറ്റ് ചെയ്യുന്നത് ഒരു കുമ്മാട്ടി ദിവസമാണ്. ഈ സിനിമയുടെ കോർ വാല്യൂസിൽ എച്ച്ഡാണ് കുമ്മാട്ടിക്കളി എന്നുള്ള ഒരു ആർട്ട് ഫോം. പക്ഷേ ഇതൊരു കുമ്മാട്ടിക്കളി ആർട്ട് ഫോം ബേസ് ചെയ്തുള്ള സിനിമയല്ല. എനിക്ക് തോന്നുന്നു വരുന്ന ഒരു വലിയ സിനിമ അഭിനയ ചക്രവർത്തിയൊക്കെ എനിക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സുരേഷ് ചേട്ടൻ്റെ മോനാണ്. ആ സിനിമയിലേക്കുള്ള വരവ് വൈകി എന്ന് തോന്നുന്നു. എൻ്റെ സിനിമയിലേക്കുള്ള വരവ് ഒരിക്കലുമില്ല. എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. എല്ലാം നടക്കുന്നത് അതിൻ്റെ കറക്റ്റായ ടൈമിലാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഞാൻ 2019 തൊട്ട് ഓരോ സ്ക്രിപ്റ്റ്സ് കേൾക്കുന്നതാണ്. 2022 എനിക്ക് JSK പോലെ സ്ക്രിപ്റ്റ് വരുന്നത്. അതിൻ്റെതായ റീസൺസ് കൊണ്ട് എനിക്ക് JSK ഒരു ആപ്റ്റായ പ്രോജക്റ്റ് തോന്നി ആക്സെപ്റ്റ് ചെയ്യാൻ. അതേപോലെ കുമ്മാട്ടിക്കളി ഞാൻ JSK വർക്ക് ചെയ്യുന്നതിന് ഇടയ്ക്ക് വന്നതാണ്. ഡെന്നിസ് എന്നൊരു ക്യാരക്ടർ മാധവ് സുരേഷ് എന്നൊരു ഇൻഡിവിജ്വലിന് ചെയ്യാൻ പറ്റിയൊരു ക്യാരക്ടറായിട്ട് തോന്നി. അതുകൊണ്ട് എല്ലാം ഒരു നിമിത്തം എന്ന് പറയത്തില്ല. അതെ, തീർച്ചയായിട്ടും. അപ്പം അതേപോലെ ബിഹൈൻഡ് മൈ ഡിസിഷൻ മേക്കിംഗ് അത് തന്നെയായിരുന്നു ചോയ്സ്. എങ്ങനെയാണ് കഥകൾ കേട്ട് അച്ഛനുമായിട്ടൊക്കെ സംസാരിക്കുമല്ലോ അല്ലേ? അച്ഛനൊരു ഐഡിയ കൊടുക്കും. ഞാൻ അച്ഛൻ്റെ ടൈം ഞാൻ ഒരുപാട് കൺസ്യൂം ചെയ്യാൻ നോക്കാറില്ല. ഒരുപാട് ജോലി തിരക്കുകളുള്ള ഒരു വ്യക്തിയാണ് ആൾ. എൻ്റെ ചേട്ടൻ പ്രൊഡോമിനൻ്റ്ലി ഒരു ആക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. ആൻഡ് എൻ്റെ കരിയറിൽ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്ന ഒരാളും കൂടെയാണ്. അത് പല രീതിയിലും എനിക്ക് വേറെ ഡാമേജസ് വരാത്ത രീതിയിലും എൻ്റെ ഒരു സ്ക്രിപ്റ്റ് വരുമ്പോഴത്തേക്കും ആളുടെ എക്സ്പീരിയൻസ് വെച്ച് അതിന് ഗുഡ് ഓർ ബാഡ് അഡ്വൈസ് എന്ന് പറയാം. ആളുടെ പെർസ്പെക്റ്റീവിലുള്ള അഡ്വൈസ് എനിക്കെന്നും ഓഫർ ആയിട്ടുള്ള ആളാണ് എൻ്റെ ചേട്ടൻ. ഗൂഗിൾ ആക്റ്റീവാണ് തീർച്ചയായിട്ടും അല്ലേ? വീട്ടിലാണെങ്കിൽ ഞാൻ ഗൂഗിളിൻ്റെ അടുത്ത് പല പ്രാവശ്യം വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. നിങ്ങൾ പേഴ്സണലി ചോദിക്കാം. ഒരു ഇന്റർവ്യൂ ഞാൻ ചോദിച്ചു, അച്ഛൻ പൂർണ്ണ സമയം ഇല്ലല്ലോ, അച്ഛൻ യാത്രയിലായിരിക്കുമല്ലോ. കുടുംബത്തിന് തന്നെ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ട് ഗൂഗിൾ ഇങ്ങനെ നിൽക്കുകയാണ്, അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കുകയാണെന്നാണ് എന്നോട് പറഞ്ഞത്. തീർച്ചയായിട്ടും. അതായത് വളരെ ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ നമ്മുടെ വീട് പണിയായിരുന്നു. ഈ വർഷം ജാനുവരി വരെയും വീട് പണിയായിരുന്നു. ഏകദേശം ഒരു 4-5 മാസം പോയ പണിയാണ്. ഈ 4-5 മാസവും എൻ്റെ ചേട്ടൻ്റെ അവിടെ ഒരു കോൺട്രാക്ടിനെ പോലെയായിരുന്നു. അതിൻ്റെ ക്ലീനിങ്ങും മെയിൻ്റനൻസും ഓരോ പാർട്സിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് തൊട്ട് എല്ലാം ഫിസിക്കലി പോയി നിന്ന് ഒബ്സർവ് ചെയ്തും അതിനുള്ള ഐഡിയാസ് ഒരു പറഞ്ഞു കൊടുത്തു എൻ്റെ ചേട്ടനായിരുന്നു അവിടെ നിന്ന്. അച്ഛൻ അതേ സമയത്ത് അങ്ങനെ ഒരു കാര്യം ചെയ്യത്തില്ല, ഒരാളെ ഏൽപ്പിക്കും. ചേട്ടൻ്റെ സ്വന്തം വീടാണ്, നമുക്കെല്ലാവർക്കും താമസിക്കാനുള്ള വീടാണുള്ളൊരു തോട്ടുണ്ട് ആൾക്ക്. അങ്ങനെ ആളുടെ ടൈമും എനിക്ക് തോന്നുന്നു ഒരു 3 സിനിമയോളം ആ സമയത്ത് വർക്ക് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ചേച്ചിയുടെ കല്യാണം വരുന്ന സമയമായിരുന്നു. അതെ അതെ അതെ. അത്രയും ഫാമിലിയോടും ഒരു ഫാമിലി വാല്യൂ അപ്ഹോൾഡ് ചെയ്യുന്നതോട് അത്രയും താല്പര്യമുള്ള ഒരാളാണ് എൻ്റെ ചേട്ടൻ. ഫുൾ ടൈം വീട്ടിന് വേണ്ടി സമയം കണ്ടെത്തുന്ന എന്നോട് പറഞ്ഞത് കൃത്യമാണ് കേട്ടോ. അതെ, അങ്ങനെ നിൽക്കാൻ കഴിയുള്ളൂ. അച്ഛൻ എന്തായാലും തിരക്കാണ്. ഒരു കിഡ്നി ഒരു മിനി സർജറിയും ഉണ്ടായിരുന്നു ആൾക്ക്. കിഡ്നി സ്റ്റോണിന്റെ സർജറി കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ എണീറ്റ് പോയി അതേ കൺസൾട്ടൻസിൽ നിൽക്കുമായിരുന്നു. അവയിലും എല്ലാം കൊണ്ട് അത്രയും സ്വന്തം കാര്യം മറന്ന് നിൽക്കുന്ന ഒരാളാണ്. എൻ്റെ കരിയറിലാണെങ്കിലും സ്വയമേ ഉണ്ടായ മിസ്റ്റേക്സ് ഒരിക്കലും വരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഗ്രോത്ത് വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എൻ്റെ ചേട്ടനെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്താലും ആൾ എനിക്ക് വേണ്ടിയാണ് ചെയ്തു തരും. അങ്ങനത്തെ ഒരാളാണ്. സെൽഫ്ലെസ് എന്ന് പറയാം. അതെ, തീർച്ചയായും ഒരു ഭാഗ്യം തന്നെയാണ്. ഭാഗ്യമാണ്.
നിങ്ങളെല്ലാം ഭാഗ്യവാനാണ്. അച്ഛൻ്റെ അമ്മയുടെയും ഭാഗ്യങ്ങളാണല്ലോ നിങ്ങൾ. എന്നും കൂടെ നിൽക്കുന്നു, അത് ചേർത്ത് പിടിക്കുന്ന ഒരു കുടുംബമായതുകൊണ്ടേ. അച്ഛൻ എല്ലാ കാര്യത്തിലും, വീട്ടിലെ കാര്യത്തിലൊക്കെ അച്ഛൻ ഇങ്ങനെ ഓടി നടന്ന് അന്വേഷിക്കുന്നില്ല. അച്ഛന് ടൈമില്ലല്ലോ. ഇതിന് മുമ്പും ടൈമില്ലായിരുന്നു, ഇപ്പം മിനിസ്റ്ററിനായാലും ഒട്ടും ടൈമില്ല. അതിനോടൊന്ന് ഗൂഗിൾ പറഞ്ഞു, ഇനി മന്ത്രിയാകാനും പോയിട്ട് ഇനി എപ്പോഴാണ് വരുന്നതെന്ന് എനിക്കറിയില്ല. അന്ന് ഈ പടത്തിന്റെ റിലീസിന്റെ സമയത്താണ് മിനിസ്റ്ററിന് പോയേക്കണത്. എനിക്ക് അതെ അതെ അന്ന് ഞങ്ങൾ ഇരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ സംസാരിച്ചതാണ്. എന്തായാലും നല്ലൊരു സിനിമയുടെ ഭാഗമാകാനാണ് നമുക്ക് കഴിയുന്നത്. ഇനി സിനിമ പ്രേക്ഷകരാണ് ഏറ്റെടുക്കുന്നത്, പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത്. തീർച്ചയായും ഓരോ സിനിമയുടെ സക്സസും ഫെയിലിയറും ഡിസൈഡ് ചെയ്യുന്നത് പ്രേക്ഷകർ തന്നെയാണ്. ഒരു ജനറൽ എമൗണ്ട് ഓഫ് റിലേറ്റബിലിറ്റി ഒരു സിനിമയ്ക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ആ ജനങ്ങൾ പൊതുവെ സ്വീകരിക്കും. എൻ്റെ ഉദ്ദേശത്തിൽ കുമ്മാട്ടിക്കളി അതുപോലത്തെ ഒരു സിനിമയാണ്. അങ്ങനെ ആകട്ടെ. അതായത് എങ്ങനെയാ പറയാ, തോറ്റ് കിടക്കുന്നവൻ ജയിച്ചു വരുന്നതിൻ്റെ ഒരു കഥയാണ്. അത് തോറ്റ് കിടക്കുന്ന ഒരുത്തനല്ല, തോറ്റ് കിടക്കുന്ന 4 പിള്ളേര് അവരുടേതായ വഴി കണ്ടുപിടിച്ച് ജയിച്ചു വരുന്ന ഒരു കഥയാണ് കുമ്മാട്ടിക്കളി. അതിലൊരു പല ആളുകൾക്കും നമ്മൾ സിനിമ കണ്ടിറങ്ങുമ്പോൾ 4 പേരെന്ന് പറയാം. പല ആളുകൾക്കും നമ്മൾ സിനിമ കണ്ടിറങ്ങുമ്പോൾ ഇങ്ങനത്തെ സുഹൃത്തുക്കളുണ്ടാകും. ഒത്തിരി ഇതിൽ ഞാനായിരിക്കുമോ എന്നുള്ളൊരു ഇപ്പം മാധവന്റെ ക്യാരക്ടർ ഇത് എൻ്റെ അടുത്തുള്ള എൻ്റെ ഫ്രണ്ടായിരിക്കും, അങ്ങനെ ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഇപ്പോൾ കുമ്മാട്ടിക്കളിയുടെ നോക്കുവാണെങ്കിൽ ഫ്രണ്ട്ഷിപ്പിന് ഒരുപാട് വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ക്യാരക്ടേഴ്സിൻ്റെ കോ വാല്യൂസ് എന്തൊക്കെയെന്ന് ചോദിച്ചാൽ ഫ്രണ്ട്ഷിപ്പ്, ഫാമിലി, ലവ്, ടുഗെദർനെസ്. ഇത് ഒരുപാട് കാണിച്ചിട്ടുള്ള ഒരു സിനിമയാണ് കുമ്മാട്ടിക്കളി എന്ന് പറയുന്നത്. ബാക്കി ഒരു സിനിമാറ്റിക് ആസ്പെക്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ again റൊമാൻസ് ഉണ്ട്, കോമഡി ഉണ്ട്, ഇമോഷണൽ സീൻസ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്. ഒരു ഓൾറൗണ്ട് പാക്കേജാണ് കുമ്മാട്ടിക്കളി. എങ്ങനെ തിയേറ്റേഴ്സിൽ പെർഫോം ചെയ്യും എന്നുള്ളത് പ്രേക്ഷകരുടെ മാത്രം കയ്യിലിരിക്കുന്ന ഒരു കാര്യം. തീർച്ചയായിട്ടും. ഇപ്പം സ്റ്റാർ വാല്യൂ ഒന്നുമല്ലോ സിനിമ. ഒരിക്കലും സിനിമ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടാൽ ആരും വേണമെന്നില്ല ആ സിനിമ വിജയിക്കും. അതേപോലെ ഒരു വൺ മാൻ ഷോ അല്ല കുമ്മാട്ടിക്കളി. കുമ്മാട്ടിക്കളി ഈസ് എ കളക്റ്റീവ് ടീം വർക്ക്. സോ അതിൻ്റെ ഔട്ട്പുട്ടാണ് അതിൽ വന്നിരിക്കുന്നത്. കണ്ടറിയാം എങ്ങനെ ഇരിക്കും. തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. പ്രാവ് അന്ന് നമ്മൾ കണ്ടാന്നല്ലേ, അന്ന് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പിന്നെ ഇന്നാണ് കാണുന്നല്ലേ. അവനെ നേരത്തെ ഇന്റർവ്യൂ ചെയ്തു പ്രാവ് സിനിമ അന്ന് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് നമ്മൾ കാണുന്നത്. എങ്ങനെയുണ്ട് ഇപ്പോൾ പ്രാവ് കഴിഞ്ഞ്? പിന്നെ എനിക്കിതൊരു നല്ലൊരു എൻട്രി ആയിരിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. കാരണം നമുക്കറിയാം പ്രാവ് വേറൊരു ജോണറായത്, ഇത് വേറൊരു ഇതാണ്. അപ്പോൾ എന്താ പറയുക, ഇനി തിയേറ്ററിൽ ഇറങ്ങുമ്പോഴാണ് ഇനി മറ്റുള്ളവരുടെ ഒരു പ്രേക്ഷകരുടെയൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഇഷ്ടപ്പെടും. കാരണം ഇപ്പോൾ നമുക്കറിയാലോ, ഇപ്പോഴത്തെ മൂവീസ് ഇപ്പോൾ പുതിയ പിള്ളേർ വന്നാലും ആ മൂവി ജയിക്കുന്നത് വാഴക്കടിച്ചു കയറിയിരിക്കാണല്ലോ. അപ്പോൾ ആ ഒരു വിശ്വാസമുണ്ട് ഞങ്ങൾക്ക്. ഈ ഒരു മൂവിയിലും എല്ലാവർക്കും മൂവി ഇഷ്ടപ്പെടുന്നുള്ളൊരു വിശ്വാസമുണ്ട്. സ്റ്റാർ വേലൊന്നും ആരും നോക്കുന്നില്ലല്ലോ മൂവി. തീർച്ചയായിട്ടും അങ്ങനെ നോക്കുന്നില്ല. നല്ല മൂവി ആണെങ്കിൽ എന്തായാലും കാണുമല്ലോ. അത്രേ ഉള്ളൂ. ഇപ്പോഴത്തെ പ്രഷർ അത് കൃത്യമായിട്ട് വാച്ചിങ് അറിയാം ഏതാണ് സിനിമ എന്നുള്ള ഒറ്റ വാച്ചിങ്ങിൽ പറയുന്നത്. നല്ലതാണെങ്കിൽ നല്ലതാണ് ഓപ്പൺ ആയിട്ട് പറയും. ഇപ്പൊ പറഞ്ഞു റൊമാൻസിക് ഉണ്ട്, എല്ലാം ഉണ്ടെന്ന് പറയും. റൊമാൻറ്റിക് മാധവ് ഈ ഇരിക്കുന്ന ആളാണ്. ഞാൻ ഇപ്പൊ കാണുന്നുണ്ട് ഒരു ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇപ്പോഴൊന്നും ചിരിച്ച് ഞാൻ കാണട്ടോ, ഇത് പറഞ്ഞപ്പോഴും ചിരിച്ചാണ്. ആ മാധവായിട്ടുള്ള ഒരു എങ്ങനെയായിരുന്നു കെമിസ്ട്രി ഷൂട്ടിംഗ് ലൊക്കേഷൻ? മാധവ് ഇതേപോലെ തന്നെയാണ് ആള്. നല്ല റെസ്പെക്റ്റ് ആണ്. ഇപ്പോൾ ഞാൻ അമ്മേനെ കൂട്ടിയാണല്ലോ വരാം. അപ്പോൾ അമ്മോട് ഞങ്ങളോട് സംസാരിക്കുമ്പോൾ ഭയങ്കര റെസ്പെക്റ്റ് ആണ്. പിന്നെ മാധവിൻ്റെ കൂടെ ഭയങ്കര കംഫർട്ടായിരുന്നു, അഭിനയിക്കാനൊക്കെ നല്ല കംഫർട്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിലും മുന്നേ ഡിസ്കസ് ചെയ്യും, സ്റ്റോറി മുന്നേ ഡിസ്കസ് ചെയ്ത് അതിന് ശേഷമാണ് ഞങ്ങൾ ഷൂട്ടിന് ഇറങ്ങാം. അപ്പോൾ മാധവ് ഇങ്ങനെ തന്നെ ഒരു മാറ്റമില്ല. ചിരിച്ച് ഞങ്ങൾ ഇടയ്ക്ക് കാണാറില്ല. ചിരിച്ച് എത്ര വർഷം കണ്ടിട്ടുണ്ടെന്ന് ചിലപ്പോൾ എണ്ണാൻ പറ്റും. സത്യമായിട്ട് പറയാൻ പറ്റില്ല. ഞാൻ ചിരിച്ചപ്പോഴാ കണ്ടേ. കണ്ട ഓർമ്മ വരുന്നില്ല. ഇപ്പൊ ഈ ഒരു കണ്ടതാണെങ്കിൽ ഒരു ഫ്രെയിം ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആണ്. ചിരിക്കല് കുറവാ മാധവ്. സംസാരപ്രിയനാണോ മാധവ്? സംസാരിക്കുകയൊക്കെ ചെയ്യും, നന്നായി സംസാരിക്കും. പക്ഷെ മൂവിയുടെ കാര്യം ഇങ്ങനെ മൂവിയുടെ സ്ക്രിപ്റ്റിന്റെ കാര്യം, പിന്നെ എന്താ ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ ധനഞ്ജയ് എല്ലാവരും കൂടി സംസാരിക്കും. അതിനൊന്നും കുഴപ്പമില്ല. ഒരു ഫ്രണ്ട്ലി ടോക്ക് ആയിരിക്കും. മാധവനിലാവും, ക്യാരക്ടറും ആവും, മാധവാവും. അതാണ് വേണ്ടത്. സുരേഷ് ഗോപി ചേട്ടന്റെ മോനാണ്. അതെ, നിങ്ങൾ ഒരുമിച്ച് സ്ക്രീൻ സുരേഷ് ചേട്ടന്റെ മോനെ കുറിച്ച് നമുക്കൊരു കണക്കൂട്ടുണ്ടല്ലോ. എങ്ങനെയായിരുന്നു അന്ന് ഈ പേര് പറയുമ്പോൾ?
നായകൻ ഇതാണെന്ന് പറയും? മാധവ് എന്ന് പറഞ്ഞപ്പോ എന്താ പറയാ, ഞങ്ങൾ ആദ്യമായിട്ടാണ് ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ച് ഞങ്ങൾ ശരിക്കും തൃശ്ശൂർ ലാംഗ്വേജിൽ അങ്ങ് പോന്നോട്ടെ. അയ്യോ വേണ്ട, അതാണ് നമുക്ക് വേണ്ടത്. തൃശ്ശൂർ ഇപ്പൊ നമ്മുടെ സ്വന്തമാ, അതുകൊണ്ടാ നമ്മുടെ സ്വന്തമാണല്ലോ. അതെ, തൃശ്ശൂർ ഇപ്പൊ നമ്മുടെ ആണല്ലോ, ധൈര്യമായിട്ട് പറയാമല്ലോ. അച്ഛൻ എടുക്കുമെന്ന് പറഞ്ഞു, തന്നു. കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ. നിങ്ങള് കൊടുത്തു. കാരണം തൃശ്ശൂർകാർ തന്നെ പറയുന്നുണ്ട്. അപ്പൊ തൃശ്ശൂരിലേക്ക് പോട്ടെ, ആ വർഷത്തിൽ അപ്പോ സുരേഷ് സാറിന്റെ മോന നമുക്കൊരു ഇതുണ്ടാവില്ല, എങ്ങനെയായിരിക്കും, ജാടയായിരിക്കോ, ഇനി സ്ട്രിക്റ്റ് ആയിരിക്കോ, സായിരിക്കോ, അങ്ങനൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങ റൂമിൽ വന്നപ്പോ ആള് കൂളായിട്ട് യാമി പറയൂ എങ്ങനെയുണ്ട് മുന്നത്തെ സിനിമ, ആളെങ്ങനെയാണ് കൂളായിട്ട് സാധാ പോലെ, അങ്ങനെ ഒരു സ്റ്റാറിന്റെ മോനാണ്, അങ്ങനെയുള്ളൊരു ജാടയൊന്നും ഉണ്ടായിരുന്നില്ല മാധവൻ. അല്ല, തീർച്ചയായും ഗോകുലും രണ്ടുപേരാണ് അച്ഛൻ കൈപിടിച്ചു ഉയർത്തിയ സിനിമയിലേക്ക് വന്നവരൊന്നുമില്ല. നിങ്ങൾ സ്വന്തം സിനിമയിലേക്ക് വന്നതാണ്. അങ്ങനെയാണെങ്കിൽ എത്രയോ സിനിമയിലേക്ക് ഇത് നമുക്ക് എത്താമായിരുന്നു. അതിനൊരു മാറ്റമൊന്നുമില്ല. എനിക്ക് അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത്. പക്ഷേ അതിന്റെ ഒരു ട്രൂത്ത് എന്ന് പറയുന്നത്, ഞാനായാലും ചേട്ടനായാലും ഒരു ഫിലിം ലെവലിലുള്ള എഡ്യൂക്കേഷൻ ചെയ്തോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെറിറ്റ് വേറെ ഫോംസ് ഓഫ് സിനിമ ചെയ്തോ അങ്ങനെ പ്രൂവ് ചെയ്ത് വന്നവരല്ല. സുരേഷ് ഗോപി എന്നുള്ള ഒരു ടാഗ് ലൈൻ ഉള്ളതുകൊണ്ട് മാത്രം സിനിമയിലോട്ട് വന്നു ചേർന്നവരാണ്. തീർച്ചയായിട്ടും അത് ഞാൻ അക്നോളജ് ചെയ്യുന്നു. തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ പറഞ്ഞത് അച്ഛൻ അതെ ഒറ്റ മോനോട്ടോ ആ സിനിമയിലൊന്നും വെക്കാം, അങ്ങനെ ഒരു ഡയലോഗ് അച്ഛൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എൻ്റെ അല്ല. അച്ഛൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഡയലോഗും ഉണ്ടായിട്ടില്ല, അങ്ങനത്തെ ഒരു ആക്ഷനും ഉണ്ടായിട്ടില്ല. ഞാൻ കുറച്ചെനിക്കൊരു എക്സ്പ്ലെയിൻ ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ, അച്ഛൻ ഇപ്പൊ സിനിമയിൽ കയറുമ്പോൾ തന്നെ എനിക്കൊരു അഡ്വൈസ് എന്നു പറഞ്ഞാൽ ഒരു ജനറൽ അഡ്വൈസ് ആയിരുന്നു, അല്ല സിനിമയെ പറ്റി അഡ്വൈസ് അല്ലായിരുന്നു. അതേപോലെ തന്നെ എൻ്റെ കരിയറിൽ ഇപ്പം ഞാൻ അങ്ങോട്ട് ചെന്ന് ഇന്ന സ്ക്രിപ്റ്റ് കേട്ടോ അത് ഇങ്ങനെ ഉണ്ടായിരുന്നു പറയുന്നതല്ലാതെ അതിനൊരു ഗുഡ് നൈസ് നല്ലതാണെങ്കിൽ ചെയ്യും എന്ന് പറയുന്നതല്ലാതെ ഒരു പരിധി കൂടുതൽ നിനക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് ഞാനായിട്ട് കേട്ടിട്ടുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട് പ്രിപ്പയർ ചെയ്യാൻ, ഇങ്ങനെ ഒരു ആക്ഷൻ അവിടെ വരുന്നില്ല. അച്ഛൻ വഴിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, അച്ഛൻ്റെ ടാഗ് ലൈനോടെ തന്നെയാണ് നമുക്ക് രണ്ടുപേർക്കും സിനിമ എന്നുള്ളൊരു കരിയർ കിട്ടിയിരിക്കുന്നത്. പക്ഷേ ആസ് എൻ ആക്ടർ ഫോർ മീ ആൻഡ് മൈ ബ്രദർ, ഫസ്റ്റ് ഫിലിം സുരേഷ് ഗോപിയുടെ പേര് കിട്ടും. സെക്കൻഡ് ഫിലിം ഹാസ് ടു ബി ത്രൂ അവർ ഓൺ മെറിറ്റ്. എൻ്റെ ചേട്ടൻ സെക്കൻഡ് ഫിലിം തൊട്ട് ഹി ഹാസ് ബിൻ ഗോകുൽ സുരേഷ്. ഹി ഹാസ് ഹിസ് ഓൺ ഐഡന്റിറ്റി ഇൻ മലയാളം സിനിമ. എനിക്കും അതിലോട്ട് തന്നെ ബിൽഡ് ചെയ്തെത്തണമെന്നുള്ള ആഗ്രഹമുണ്ട്, അതിനുവേണ്ടി വർക്ക് എടുക്കാൻ താല്പര്യമുണ്ട്. നാട്ടുകാർ സ്വീകരിച്ചാൽ അതേപോലെ ഞാൻ എൻ്റെ ഐഡന്റിറ്റിയിൽ സിനിമ ഇൻഡസ്ട്രിയിൽ സർവൈവ് ചെയ്യുമെന്നുള്ള ഒരു ഹോപ്പുണ്ട്. അല്ല, അത് നമ്മൾ നേരത്തെ പറഞ്ഞോളാം, രണ്ടുപേരും സിനിമ നല്ലതായി പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന കാര്യമില്ല. പക്ഷെ സിനിമയ്ക്ക് നമ്മളല്ല, നമുക്ക് സിനിമ വേണം. അങ്ങനെ ഒരു ചിന്താഗതി വരുന്ന ആക്ടർമാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ വിജയമുള്ളൂ. ആ ഒരു ചിന്താഗതിയാണ് വളർന്നു വരുന്ന കലാകാരന്മാർക്കും കലാകാരിക്കും വേണ്ടത്. എനിക്കാണ് സിനിമ വേണ്ടത്, സിനിമയ്ക്കല്ല തന്നെ വേണ്ടത്. നമ്മളിൽ അടുത്ത ആൾ സിനിമ, ആ ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് വളരാൻ കഴിയുന്നതാണ് എൻ്റെ ഒരു ഓക്കെയാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അതായത് ഇപ്പോൾ മമ്മൂട്ടി സാറിൻ്റെ അടുത്തും മോഹൻലാൽ സാറിൻ്റെ അടുത്തും എൻ്റെ അച്ഛൻ്റെ അടുത്തും പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവരും ഇത് തന്നെ പറയത്തുള്ളൂ, സിനിമയ്ക്ക് എന്നെ വേണമെന്നല്ല, എനിക്ക് സിനിമ വേണം, സിനിമയാണ് എന്നെ ഇതാക്കിയത്, ഇങ്ങനെ പറയത്തുള്ളൂ അവർ. അതേപോലെ തന്നെ എൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്ന അന്നം സിനിമയിലൂടെ വന്നതാണ്. ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് കഴിച്ചു വളർന്ന എല്ലാം സിനിമയിലൂടെ വന്ന പൈസയാണ്, അതിലൂടെ വന്ന പ്രിവിലേജസ് ആണ്. സോ അങ്ങനെ ഒരു പ്രൊഫഷൻ എനിക്കെന്നും എനിക്ക് റെസ്പെക്റ്റ് ഉള്ളൊരു പ്രൊഫഷനാണ് ആക്ടിങ് എന്ന് പറയുന്നത്. അപ്പം അതിൽ ആ ഒരു ആക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ഐ വിൽ ടേക്ക് വിത്ത് ബോത്ത് ഹാൻഡ്സ്. ഞാൻ കുറേ ടൈം എടുത്ത് ആലോചിച്ചെടുത്തൊരു ഡിസിഷൻ ആയിരുന്നു. എനിക്ക് 19 വയസ്സുള്ള തൊട്ട് വർക്ക് വരുന്നത്. ഞാൻ JSK ചെയ്യുമ്പോൾ എനിക്ക് 22 വയസ്സാണ്. കുറേ ചിന്താഗതി ഉണ്ടായിരുന്നു അതിൻ്റെ ഡിസിഷൻ്റെ പുറകെ. യെസ്, എല്ലാം വരുന്ന സമയത്ത് വരുള്ളൂ അല്ലേ? എല്ലാം നമ്മുടെ സമയത്തിന് വരും. നമുക്കുള്ളത് നമുക്ക് വേണ്ടി തന്നെ വരും. അത് കാത്തു തന്നെ ഇരിക്കുക, അതിനുവേണ്ടി വർക്ക് ചെയ്യുക, അതിനുള്ള എഫേർട്ട് ഇടുക. തീർച്ചയായിട്ടും. ഓൾസോ സ്റ്റേയിങ് ട്രൂ ടു യുവർസെൽഫ്, ദാറ്റ്സ് ക്വൈറ്റ് ഇമ്പോർട്ടൻറ്റ്. ഈ അച്ഛൻ ഇലക്ഷൻ നിൽക്കാൻ പോയി ജയിക്കുമ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് വിളിച്ചു, ഞാൻ ജയിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഗോകുലിൻ്റെ അടുത്ത് ഗോകുലോട് എനിക്കൊന്നും അറിയില്ല, ജയിച്ചാൽ അച്ഛന് കൊള്ളാമെന്ന് എന്നോട് പറഞ്ഞു. പേഴ്സണലി ആയിട്ട് ചോദിക്കുവാണ്. അച്ഛൻ നേരത്തെ വീടുകളിൽ നിന്നും എനിക്കൊന്നു അച്ഛന് കിട്ടുന്ന പൈസയിൽ നിന്നും ഏറ്റവും കൂടുതൽ വീട്ടിൽ തരുന്നതിലും കൂടുതൽ മറ്റുള്ളവർക്ക് സേവനം ചെയ്യാമെന്നാണ്. ഞാൻ അത് നേരിട്ട് അച്ഛൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. മറ്റുള്ളവർക്ക് സേവനം ചെയ്യും. ഇപ്പം മന്ത്രിയായിരിക്കുന്നു, ഇപ്പോൾ വളരെ ചുരുക്കമായിരിക്കും നിങ്ങൾക്ക് കാണാൻ പോലും കിട്ടുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അങ്ങനെയല്ലേ ഇപ്പോൾ അച്ഛൻ വലിയ യാത്രകളാണ്. അച്ഛനെ ചുരുക്കം കാണാൻ കിട്ടുന്ന ഒരു പുതുമയല്ല. അതായത് എനിക്കൊരു 6-7 വയസ്സുള്ളപ്പോൾ തൊട്ട് എനിക്ക് ഓർമ്മയുള്ളത് ഒരു വർഷം ഒരു 30 ഡേയ്സോളം 20-30 ഡേയ്സ് ഒക്കെ അച്ഛനെ കാണാൻ കിട്ടിയാൽ ദാറ്റ്സ് ദ നോം ഓവർ ദാറ്റ്.
ഈ നോർമൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അച്ഛനെ അത്രയും കാണില്ലാണ്. ബാക്കി വർഷത്തിൻ്റെ ആ സമയം മൊത്തം അച്ഛൻ ഒന്നിലെ ജോലി എടുക്കുമായിരിക്കും, അല്ലെങ്കിൽ ചെയ്തൊരു സിനിമയുടെ പുറകെ ഉള്ള പ്രൊമോഷൻ വർക്കായിട്ട് പോവുമായിരിക്കും, അല്ലെങ്കിൽ അടുത്ത സിനിമയുടെ വർക്ക് തുടങ്ങുന്നതിന് മുന്നേ ഉള്ള വർക്കിനായിരിക്കും. ബാക്ക് ടു ബാക്ക് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ആക്ടറാണ്. ഈ കാലഘട്ടത്തിലെ സിനിമയല്ല ആ കാലഘട്ടത്തിലെ സിനിമ. സോ എന്നെ സംബന്ധിച്ച് ഇതൊരു പുതുമയല്ല. പക്ഷേ കമ്പാരിറ്റീവ്ലി നോക്കുവാണെങ്കിൽ ഇപ്പം അത്രയും പോലും ടൈം കിട്ടാറില്ല. പക്ഷെ അച്ഛൻ ഈ പ്രായത്തിലും ഒരു ദിവസം ഡൽഹിയിലായിരിക്കും, അതിൻ്റെ അടുത്ത ദിവസം ട്രിവാൻഡ്രത്ത് കാണും, തൊട്ടടുത്ത ദിവസം ബാംഗ്ലൂർ പോയി ഹൈദരാബാദ് പോയി അവിടെ തിരിച്ച് ട്രിവാൻഡ്രം വന്ന് അതേപോലെ ഡൽഹിയിലോട്ടും പോകും. ഞാൻ അച്ഛനോട് ഒരു 5 ദിവസം പാലക്കാട് ഭാഗം ഒന്ന് ട്രാവൽ ചെയ്ത് നോക്കി. എനിക്ക് തളർന്നു പോയി ഞാൻ. പക്ഷെ അച്ഛനത് വർഷങ്ങളായിട്ട് സിൻസ് 2014 പൊളിറ്റിക്സിന് വേണ്ടി ചെയ്യുക, അതിന് മുന്നേ സിനിമയ്ക്ക് വേണ്ടിയും ചെയ്യുന്നൊരു ഇതാണ്. അപ്പോൾ പലപ്പോഴും ആൾക്കാർ ഇതിൻ്റെ പുറകെ പോകുന്ന ഹാർഡ് വർക്കോ അല്ലെങ്കിൽ സാക്രിഫൈസോ ഒന്നും ഒരിക്കലും മനസ്സിലാവുന്നില്ല. സാക്രിഫൈസ് ബീയിങ് ഫാമിലി ആയിട്ട് മിസ് ചെയ്യുന്ന ടൈം, ഹാർഡ് വർക്ക് ബീയിങ് ദ മെൻ്റൽ ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ ടോൾ ഹീസ് ടേക്കിംഗ് ഓൺ ഹിംസെൽഫ്. ഇത് പല ആൾക്കാരും റിയലൈസ് ചെയ്യാറില്ല. അവരെപ്പോഴും ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ റിസൾട്ട്സ് വേണം. റിസൾട്ട്സിനെ വെച്ചാണ് എപ്പോഴും ഒരു കാര്യം അനലൈസ് ചെയ്യുന്നത്. Does Suresh Gopi does he have a comfortable life? Yes, he does. He worked damn hard for it. അതുകൊണ്ടുണ്ട് കുറേ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ആ ഒരു കംഫർട്ടബിൾ ലൈഫുണ്ട്. അതേപോലെ തന്നെ മക്കളായ എനിക്കും എൻ്റെ ചേട്ടനും എൻ്റെ ചേച്ചിമാർക്കും കംഫർട്ടബിൾ ലൈഫുണ്ട്. പക്ഷെ ഒരു ഫാദർ ഫിഗറിൻ്റെ ഫിസിക്കൽ പ്രസൻസ് പലപ്പോഴും നമുക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇതാരും കാണത്തില്ല. ഈ അച്ഛനെതിരെ മാധ്യമങ്ങൾ ഒരു കാലഘട്ടം ഇപ്പോഴും എന്ന് ഞാൻ ഇപ്പോഴും ഉണ്ട് എന്ന് കുറച്ച് വിശ്വസിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ് ഞാൻ പല പ്രാവശ്യം അച്ഛന് ഈ ഇടയ്ക്കുണ്ടായ വിഷയത്തിലൊക്കെ ഞാൻ നല്ല രീതിക്ക് പ്രതികരിച്ചൊരു വ്യക്തിയാണ്. എന്നെ അപ്പോൾ സുഡാപ്പിയൊരാക്കിയ ലോകമാണ് ഇതെന്ന് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു. എന്നെ അന്ന് സുഡാപ്പിയാക്കിയ ലോകമാണ്, അതിനൊന്നും സംശയമില്ല. ഞാൻ സുരേഷ് ഗോപി എന്നൊരു ആക്ടറെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. സുരേഷ് ഗോപി എന്ന ഒരു നല്ല മനുഷ്യനെയായിരുന്നു ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഞാൻ പേഴ്സണലി പറഞ്ഞ കാര്യമാണല്ലോ. എന്നെ സുഡാപ്പിയാക്കി കുത്തിയിട്ടുണ്ട്. അച്ഛനെതിരെ ആരോപണങ്ങൾ വരുമ്പോൾ, പല ആരോപണങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് മാധവ് അത് കാണുന്നത്? എല്ലാവരും മനുഷ്യരാണ്. ദേ ആർ ഓൾ എൻറ്റൈറ്റിൽഡ് ടു ദെയർ ഒപ്പീനിയൻ. ഓരോരുത്തർക്കും അവരവരുടെ അഭിപ്രായത്തിന് അവർക്കുള്ള അവകാശമുണ്ട്. ഇപ്പോൾ അച്ഛനെ പറ്റി പറയുമ്പോഴും അതെ, എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അച്ഛൻ ഒരു പബ്ലിക് ഫിഗറാണ്. ക്രിറ്റിസിസം ഇസ് ഓക്കെ, അബ്യൂസ് ഇസ് നോട്ട്. അതേപോലെ വീട്ടിലിരിക്കുന്ന എൻ്റെ അമ്മേനെയും പെങ്ങന്മാരെയും സോഷ്യൽ മീഡിയയിൽ വൾഗറായിട്ട് കമൻറ്റ് ചെയ്യുന്നതും അതൊന്നും ഓക്കെ ആയിട്ടുള്ള ഒരു ലോകത്ത് നോക്കിയല്ല, ഒരു രാജ്യത്ത് നോക്കിയായിട്ടുള്ള കാര്യമല്ല. അത് കാണുമ്പോഴും കേൾക്കുമ്പോഴും ഇറിറ്റേഷൻ വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ റിയലൈസ് ചെയ്യുന്നത് സ്വന്തം ഐഡൻറ്റിറ്റി പോലും വെളിപ്പെടുത്താതെ ഒരു രീതിയിൽ നട്ടലില്ലാതെ ആൾക്കാരെ പറ്റി കമൻ്റ് അടിക്കാൻ മാത്രം സമയം കണ്ടുപിടിച്ച് സ്വന്തം ജീവിതത്തിൽ ഫോക്കസ് ചെയ്യാത്ത ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ കൊണ്ടല്ല ഞാൻ എൻ്റെ ജീവിതം ജീവിക്കുന്നതും എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഞാൻ അധ്വാനിക്കുന്നതാണെങ്കിലും എൻ്റെ ലൈഫിൽ ഒരു ആസ്പെക്റ്റും ഇവരല്ല ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ആ വാക്കുകൾ ഇറലവൻ്റ് ആണ് എൻ്റെ ലൈഫിൽ. അല്ല, എൻ്റെ പ്രോഗ്രസ്സിന് അത് റെലവൻ്റ് അല്ല. യെസ്, ഒപ്പീനിയൻസ് എടുക്കാം, ആൾക്കാരുടെ ഒപ്പീനിയൻസ് എടുക്കാം, നല്ല ഒപ്പീനിയൻസ്, നമുക്ക് പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇരുന്ന് കേൾക്കാം. പക്ഷെ സ്വന്തം സമയം കളഞ്ഞ് സ്വന്തം ജീവിതവും വേസ്റ്റ് ചെയ്ത് ആൾക്കാരെ പറ്റി സംസാരിച്ചു നടക്കുന്ന ആൾക്കാരുടെ ഒപ്പീനിയൻസ് ഒരിക്കലും വാല്യൂബിൾ ആവില്ല. അച്ഛനെ പറ്റി പറഞ്ഞിട്ടുള്ള ആൾക്കാരെല്ലാം ഞാൻ ഈ ഒരു ബ്രാക്കറ്റിനകത്താണ് അവരെ വെച്ചിരിക്കുന്നത്. കാര്യം ഏതെങ്കിലും ഒരു മനുഷ്യൻ സ്വന്തം ജീവിതത്തിൽ തിരക്കുണ്ടെങ്കിലോ അല്ലെങ്കിൽ സ്വന്തം ജീവിതം അത്രയും ബിസിയായ ഒരു ലൈഫുണ്ട്, ഇത്രയും പണി ചെയ്യാനുണ്ട് എന്നുള്ള ആൾ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ഇങ്ങനെ സമയം കളയത്തില്ല. അങ്ങനെയുള്ളവരല്ലേ ഇങ്ങനെ കമന്റ് അടിക്കത്തുള്ളൂ. അപ്പോൾ അവരുടെ ഒപ്പീനിയൻ നമുക്ക് എങ്ങനെ വർത്ത് ആണെന്ന് പറയാൻ പറ്റും? ഒരിക്കലും അല്ല. അച്ഛൻ്റെ അടുത്ത് ഏതൊക്കെ രീതിയിൽ സംസാരം വരുമ്പോൾ, വീട്ടിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഇത്രയും കമന്റാണ് അച്ഛൻ ഇത് പറയണ്ടായിരുന്നു, അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞത് ശരിയാണ്, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? നോട്ട് റിയലി. again like I said, ഈ ആൾക്കാരും ഇതിന് റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാരും അവരുടേതായ പേഴ്സ്പെക്റ്റീവ് ഉള്ള ഇൻഡിവിജ്വൽസ് ആണ്. അതേപോലെ എൻ്റെ അച്ഛനും അദ്ദേഹത്തിൻ്റെതായ പേഴ്സ്പെക്റ്റീവ് ഉള്ള ഒരു ഇൻഡിവിജ്വലാണ്. എൻ്റെ ചിന്താഗതി അല്ല അച്ഛൻ്റെ ചിന്താഗതിയിലെ ശരി വെച്ചാണ് അച്ഛൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നെ എന്നെ ഇത്രയും കാലം വളർത്തിയെടുത്ത ആളാണ്. തെറ്റുകൾ മാത്രം ചെയ്യുന്ന ഒരാളാണെങ്കിൽ എന്നെ വളർത്തിയെടുക്കാനോ എൻ്റെ സിബ്ലിങ്സിനെ വളർത്തിയെടുക്കാനോ എൻ്റെ കുടുംബത്തിനെ നോക്കാനോ പറ്റത്തില്ല. അത് ചെയ്യാൻ കഴിവുള്ള ഒരാൾ അത്യാവശ്യം റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നത് എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. ഈസ് നോട്ട് എ നോർമൽ ഹ്യൂമൻ ബീങ്. കുറേ ഹ്യൂമൻ ബീങ്സിന് ഈ ഒരു ജനറേഷനിൽ പല ആൾക്കാരും 99% ആൾക്കാർ നിൽക്കാത്ത രീതിയിൽ മറ്റുള്ളവരെ സഹായിച്ച് സ്വന്തം കാര്യം വരെ മാറ്റി വെച്ച് നിൽക്കുന്ന ഒരാളാണ്. ഹീസ് അബവ് എ നോർമൽ ഹ്യൂമൻ ബീങ്. ഹീസ് ബെറ്റർ ദൻ മോസ്റ്റ് ഹ്യൂമൻ ബീങ്സ് ഇൻ മൈ ഒപ്പീനിയൻ. സോ അങ്ങനത്തെ ഒരാളുടെ അടുത്ത്
അഗൈൻ ഞാൻ പറഞ്ഞ പോലെ എന്നെ തന്നെ ഞാൻ വിലയിരുത്തും പറയാൻ പോകുന്നതിന് മുന്നേ. ഐ എം നോ വൺ ടു അഡ്വൈസ് ഹിം. ഐ ക്യാൻ കെയർ ഫോർ ഹിം. But he knows more about the world. He's seen the world more than me. He's seen life more than me. അപ്പോൾ അത്രയും മോശമായിട്ടൊരു കാര്യം ചെയ്യുന്ന പോലെ അച്ഛൻ ഇതുവരെ ചെയ്യുന്ന പോലെ തോന്നിയിട്ടില്ല. ഹീസ് എ പ്യുവർ ഹാർട്ട് ഹ്യൂമൻ ബീങ്. ആൾക്കാർക്കായാലും സ്വയമായാലും കുടുംബത്തിനായാലും നല്ലത് മാത്രം ചെയ്യാൻ നോക്കുന്നതാണ്. അപ്പം എനിക്കങ്ങനെ അഡ്വൈസ് ചെയ്യേണ്ട ഒരു സ്ഥാനത്തിലോട്ട് ഞാൻ അയച്ചുമില്ല, അതേപോലെ സിറ്റുവേഷൻ വന്നിട്ടില്ല. അതാണ് കറക്റ്റ്. യെസ്, പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു തന്നെ പോകുന്നു അച്ഛനുള്ളൂ. അത് അച്ഛനുണ്ടാകുന്ന സാധനങ്ങളാണ്, അല്ല അച്ഛൻ വെറുതെ പറയുകയല്ല എന്ന് വിശ്വസിക്കുന്നതാണ് സംഭവം. ആണ് ജെന്യൂൻ ഫീലിങ്സും ഒരു കളക്റ്റീവ് ഗുഡിനും വേണ്ടിയാണ് അച്ഛൻ എപ്പോഴും നിന്നിട്ടുള്ളത്. ഈസ് ഓണസ്റ്റ്, കള്ളത്തരമില്ല ആൾക്ക്. എത്ര പേർക്ക് അത് പറയാൻ പറ്റും? ഞാൻ ഒരു കള്ളനല്ല, എനിക്ക് ദുരുദ്ദേശമില്ല, അത് പറയാൻ പറ്റില്ല. അങ്ങനെ പറയാൻ അവരോട് തന്നെ കള്ളം പറയുകയാണ്. എൻ്റെ അച്ഛൻ അങ്ങനെ പറയാൻ പറ്റും. നമ്മളൊരു വിരൽ ചൂണ്ടുമ്പോൾ ബാക്കി എല്ലാവരും നമ്മുടെ നേർക്കാണ്. തീർച്ചയായും അല്ലേ? അപ്പൊ നമ്മളൊന്ന് ആലോചിക്കണം. എന്താണ് കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. അത് നന്നായിട്ട് സംസാരിക്കും കേട്ടോ. എന്ത് ചെയ്യാൻ, ഇതിൻ്റെ ഇടയ്ക്കല്ലേ ജീവിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ ഇടയ്ക്കല്ലേ ജീവിക്കണല്ലേ, ജീവിച്ചു പോകണ്ടേ. നന്നായിട്ട് കാര്യങ്ങൾ സംസാരിക്കും. ഞാൻ റെസ്പെക്റ്റോടുകൂടി പറയുന്നു. നന്നായിട്ട് കാര്യങ്ങൾ അറിഞ്ഞ് തന്നെ സംസാരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ ആയിരുന്നു എന്ന് എനിക്കറിയാം. ഗൂഗിളായിട്ട് ഞാൻ സംസാരിക്കണം. നമ്മൾ ഫസ്റ്റാണ് കാണുന്നതും. ഇങ്ങനെ തുറന്ന് സംസാരിക്കാൻ ഒരു മനസ്സ് തന്നെ വലുതാണ്. അത് അച്ഛൻ്റെ മോൻ തന്നെ ആയതുകൊണ്ടാണ്. ഞാൻ അപ്പുറത്തേക്കൊന്നും എനിക്ക് പറയാനില്ല. അതാണ് സുരേഷ് ചേട്ടൻ വളർത്തിയതും പഠിപ്പിച്ചതും. ആ പാഠം ഉൾക്കൊണ്ട് യാത്ര ചെയ്താൽ ഒരു തട്ടുകളും എവിടെ ഉണ്ടാകില്ല. സുരേഷ് ചേട്ടൻ മാത്രമല്ല, ചേച്ചിയും അതേപോലെ തന്നെ. ഞാൻ ഈ സുരേഷ് ചേട്ടൻ നമ്മള് എൻ്റെ മനസ്സിലെപ്പോഴും സുരേഷ് ഗോപി ചേട്ടനാണ്. അങ്ങനെയാണ് എനിക്ക് പേരുകൾ വരെ പല പേരുകളും എനിക്ക് സുരേഷ് ചേട്ടനാണ് അല്ല എൻ്റെ പേരിൽ പോകുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്തായാലും ആ ജീവിതം കണ്ടില്ലേ? ഇതാണ് ചിരിക്കില്ല എന്ന് പറയുന്നത്. എന്തും പറയും, മനസ്സിലായില്ലേ? ഇതാണ് ഒരു ഈ സിനിമയിൽ കൂടെ നോക്കിയത് എല്ലാവർക്കും അറിയാം. ഞാൻ വളരെ ചിരിക്കാനുള്ള വെറുതെ ചിരിച്ച വേറെ അസുഖം അവിടെ വെറുതെ ചിരിക്കില്ലല്ലോ, ആവശ്യമുണ്ടെങ്കിൽ ചിരിക്കാറുണ്ട്. അല്ലാണ്ട് നമ്മളെ എപ്പോഴും കാണുന്നില്ലല്ലോ. ജസ്റ്റ് ഒരു ഷൂട്ടിന്റെ അന്നും. ഈ സിനിമയിലേക്ക് വിളിച്ചപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം, ഈ സിനിമയിൽ കുറിച്ച് കുറെ 4 ചെറുപ്പക്കാർ 4 നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഒരു ജീവിതകഥ പറഞ്ഞു പോകുന്ന സബ്ജക്റ്റിലാണ്. ഇതിലൊരു നായികയുടെ പ്രാധാന്യം എത്രമാത്രം ഉണ്ടാവും ഈ സിനിമയിൽ? നായികയുടെ പ്രാധാന്യം എന്ന് പറയുമ്പോൾ എൻ്റെ ക്യാരക്ടർ നെയിം ജോമോൾ എന്നാണ്. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ ഈ നായിക എന്ന് പറയണത് അവിടുത്തെ ഒരു വലിയ ഫാമിലിയിലത്തെ ഒരു കുട്ടിയാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ 4 കുമ്മാട്ടി ബോയ്സ് എന്ന് പറഞ്ഞ ഇവരെന്ന് പറയണത് നമുക്കറിയാം, കടപ്പുറത്ത് ജീവിക്കുന്ന കഷ്ടപ്പെട്ട് ജീവിക്കുന്ന പിള്ളേരാണ്. അപ്പോൾ അതിൽ മാധവിൻ്റെ ക്യാരക്ടർ ചെയ്യുന്ന ഡെന്നീസ് സ്നേഹിക്കുന്ന പെണ്ണാണ് ഈ ജോമോള്. പക്ഷെ അത് 1 സൈഡാണ്. അപ്പൊ പിന്നെ ബാക്കി കഥ ബാക്കി സിനിമ ഉണ്ട് തീരുമാനിക്കണം. ഇല്ല, ഇത്രേ ഉള്ളൂ. ബാക്കി കണ്ടെന്ന് അറിയണം. അതാണ് ഞാൻ പറഞ്ഞത്, സിനിമ ഉണ്ട് തീരുമാനിക്കണം. അത് പിന്നെ ഒരു പ്രാധാന്യം ഉണ്ടോന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും പ്രാധാന്യമുണ്ട്. അത് സിനിമ ഉണ്ട് അറിയണം. ജോമോൾ എന്ന ക്യാരക്ടറിൽ ഡെന്നിസിന്റെ പേരാണെങ്കിലും ജോമോളുടെ പ്രസക്തി അവസാനിക്കുന്ന അവിടെയല്ല. ജോമോളുടെ ഫാമിലിക്കകത്തുള്ള ഒരു ഡൈനാമിക് ഉണ്ട്, ജോമോളുടെ ഫാമിലി ഡൈനാമിക് ഉണ്ട്, ജോമോളുടെ ഫാമിലി ആയിട്ട് ഡെന്നിസിനുള്ള ഡൈനാമിക് ഉണ്ട്. അതേപോലെ ഡെന്നിസിന്റെ ഈ 3 ഫ്രണ്ട്സ് ബ്രദേഴ്സ് ഇവരായിട്ടുള്ള ഒരു ഡൈനാമിക് ജോമോൾ ഒരു കണക്ഷൻ ഉണ്ട്. ഇവരും പിന്നെ എൻ്റെ ഫാമിലി ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. അപ്പൊ അതിലൂടെ പോണ കുറെ സംഭവങ്ങളാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതിലൊരു 7-8 ക്യാരക്ടേഴ്സിന് ഈക്വൽ സിഗ്നിഫിക്കൻസ് ആണ് ഈ സ്റ്റോറി മുന്നോട്ട് പോകുന്നതിൽ. ഞാൻ ഒരുപാട് അങ്ങനെ കണ്ടിട്ടില്ല മലയാള സിനിമയിലെന്നല്ല, സിനിമയിൽ അങ്ങനെ ഇത്രയും ക്യാരക്ടേഴ്സിനും അത്യാവശ്യം സിഗ്നിഫിക്കൻസ് കൊടുത്ത് ഓരോരുത്തർ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആവുന്ന സ്റ്റോറി ടെല്ലിംഗ് വളരെ റയർ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. ഈ ഇപ്പം അച്ഛൻ്റെ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് ചോദിച്ചാൽ എല്ലാം ഇഷ്ടമാണെന്ന് പറയുന്നത് ഏത് സിനിമയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കും? തീർച്ചയായും 2-3 ഉണ്ട്. അത് ഫോർ പേഴ്സണൽ റീസൺസ് ഭരചന്ദ്രൻ IPS ചേട്ടൻ ചിലപ്പോൾ അറിയായിരിക്കും എന്തുകൊണ്ടാണെന്ന്. ആൻഡ് അച്ഛൻ്റെ ഇപ്പോൾ ഒരു സ്കെയിൽ ഞാൻ പറയാം, അച്ഛൻ്റെ സിനിമയിലെ ഏതൊരു ക്യാരക്ടർ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയിൽ നോക്കുവാണെങ്കിൽ ഒന്നിലെ ലേലം അല്ലെങ്കിൽ വാഴുന്നവരാണ്. ഈ ഭരചന്ദ്രൻ IPS ആയിട്ട് തന്നെ ഇപ്പോഴും
അച്ഛൻ എന്നാ പറയുന്നത് ചില മാധ്യമങ്ങൾ. ഇറങ്ങിയിട്ടില്ല, അതിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്ന് പറയണം. കേട്ടില്ലായിരുന്നു ഇടയ്ക്കൊക്കെ പറഞ്ഞപ്പോൾ? അല്ല, അങ്ങനെ ഇറങ്ങാൻ കഴിയില്ല. അങ്ങനെ നമ്മുടെ അടുത്ത് വന്നാൽ നമ്മൾ അങ്ങനെ പ്രതികരിക്കാൻ പറ്റുള്ളൂ. അങ്ങോട്ട് പോയി പരതന്ത്ര IPS ആയതല്ല, ഇങ്ങോട്ട് വന്നപ്പോൾ പരതന്ത്ര IPS ആയി എന്നാണ് എനിക്ക് തോന്നിയത്. അല്ലേ? ഓടിച്ചെന്ന് അടി വാങ്ങിയിട്ട് അയ്യോ എനിക്ക് അടി കിട്ടിയെന്ന് പറഞ്ഞ് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ല, ചോദിച്ചു വാങ്ങുന്നു അല്ലേ? ചോദിച്ചു വാങ്ങുന്നു അല്ലേ? അപ്പൊ ഈ സിനിമയിൽ ഏറെ പോലത്തെ സിനിമ, അങ്ങനത്തെ സിനിമകളാണ് കൂടുതൽ എനിക്കും ചെയ്യാനൊരു താല്പര്യം എന്ന് പറയുമ്പോൾ. കഥകൾ ഇനി കേട്ടുകൊണ്ടിരിക്കുന്ന കഥകൾ എങ്ങനത്തെയാണ്? ഇപ്പൊ ഇനി കഥകൾ കേൾക്കുന്നുണ്ടല്ലോ. എനിക്ക് മാധു ഒരു സ്ക്രിപ്റ്റ് പറയാൻ, എനിക്ക് ആരെങ്കിലും സ്ക്രിപ്റ്റ് പറയാനായിട്ട് വരുന്ന ഒരാൾ വന്നിട്ടുണ്ട്, ഞാൻ ആരുടെ നോ പറയാറില്ല. ആസ് എൻ ആക്ടർ എനിക്ക് പല ടൈപ്പ് ഓഫ് മൂവീസിൽ വർക്ക് ചെയ്യണം, ലൈക്ക് ഡിഫറെൻറ്റ് ജോണേഴ്സ് എല്ലാത്തിലും വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൊരു ആക്ടറാണ്. ഞാനൊന്നൊരു പെർഫോമറിന് ഗ്രോത്ത് വരുന്നത് പല ടൈപ്സ് ഓഫ് റോൾസും, ആ പല ടൈപ്സ് ഓഫ് റോൾസിനുള്ളിലെ പല ടൈപ്സ് ഓഫ് റേഞ്ചസ് ഉണ്ട്. അതിലെല്ലാത്തിലൂടെ ആക്ട് ചെയ്ത് ഐ തിങ്ക് ഒരു 50-60 സിനിമാസ് ചെയ്യുമ്പോഴായിരിക്കും ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ഞാൻ എല്ലാ റേഞ്ചും ടച്ച് ചെയ്യണമെന്ന് എനിക്ക് പറയാൻ പറ്റുന്നത്. അതിലോട്ട് ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്, അതിനോട്ടുള്ള വർക്ക് ഞാൻ ചെയ്യുകയാണ്. അമ്മയുടെ സപ്പോർട്ട് എങ്ങനെയാണ്? സിനിമയിലേക്കുള്ള സപ്പോർട്ടാണ് ചോദിച്ചത്. അമ്മ ഞാൻ എടുക്കുന്ന എല്ലാ ഡിസിഷനും അതിലെ റിയലിസ്റ്റിക് ആയ ഗുഡ് ആൻഡ് ബാഡ് എൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കും. ബട്ട് ഷീ ഈസ് ഓൾവേസ് സപ്പോർട്ടീവ് ഓഫ് മൈ ചോയ്സ്. അത് ഞാനിപ്പോൾ തെറ്റായിട്ടൊരു ചോയ്സ് എടുത്താലും ഓക്കെ, ഇഫ് ഇറ്റ് ഗോസ് റോങ് ഐ വിൽ ബി ദെയർ ടു സപ്പോർട്ട് യു. അതാണ് അമ്മയുടെ ഒരു എനർജി ആയിട്ട് വരുന്നത്. അമ്മ ആക്റ്റീവ് ആണോ വീട്ടിൽ എല്ലാ കാര്യത്തിലും? അമ്മയില്ലാതെ അച്ഛൻ ഇങ്ങനെ പോയി പണിയെടുക്കാൻ പറ്റത്തില്ല. പ്രൊവൈഡറിന് സസ്റ്റൈനർ വേണം, അവരുടെ ഡൈനാമിക് അങ്ങനെയാണ്. അമ്മയ്ക്ക് ഡൽഹിയിൽ നിന്ന് പോയി നിൽക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല അല്ലേ? അമ്മയ്ക്ക് വീട്ടിലൊരു പട്ടിക്കുഞ്ഞുണ്ട്. അവനെ പട്ടിക്കുഞ്ഞെന്ന് വിളിക്കാൻ പറ്റൂല, അവനിപ്പോൾ 3 വയസ്സായി, ധീര എന്ന പേര്. അവൻ അമ്മയെ വിട്ട് നിൽക്കാൻ പറ്റത്തില്ല. അപ്പം അമ്മ കുറച്ച് കാലമായിട്ട് വീട്ടിനകത്ത് തന്നെ, ഇടയ്ക്ക് 1-2 ദിവസത്തേക്ക് എവിടെയെങ്കിലും പോയാലേ. അത്രേ ഉള്ളൂ. അതെന്തെങ്കിലും കല്യാണം ഉണ്ടെങ്കിലോ അച്ഛൻ്റെ തന്നെ എന്തെങ്കിലും ഒഫീഷ്യലായിട്ട് ഇവിടെ കേരളത്തിനുള്ളിലെ പരിപാടി ഉണ്ടെങ്കിലോ ഇനി ഫാമിലി ഇവൻറ്റ്സ് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ മാത്രമേ അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങാറുള്ളൂ. ഷീസ് എ ഹോം ബോഡി, വീട്ടിൽ തന്നെ. മറ്റ് മ്യൂസിക് ക്യാമറ ടീമിൻ്റെ ഒക്കെ ഒന്ന് പേരൊന്നും പറഞ്ഞു പോകണമെങ്കിൽ നമുക്ക് ഡയറക്ടറൊന്നും ഇല്ല ഇവിടെ. അതില് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജാക്സൺ വിജയനാണ്, ഓൾസോ യോഹാൻ. പാട്ട് ഒരെണ്ണം പാടിയിരിക്കുന്ന യുവൻ ശങ്കർ രാജ പാടിയിട്ടുണ്ട്, ഒരെണ്ണം റെക്സ് വിജയൻ പാടിയിട്ടുണ്ട്, നേഹ നായറൊക്കെ. ആൻഡ് ബാക്കി ക്രൂവിൻ്റെ ഭാഗത്തിൽ എനിക്ക് എടുത്തു പറയാനുള്ള 2-3 പേരുണ്ട്. പിന്നെ ചീഫ് അസോസിയേറ്റ് ആയ മഹേഷ് മനോഹർ, ഈ സ്ക്രിപ്റ്റ് തമിഴിൽ നിന്ന് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത രമേശ് ഏട്ടൻ. അപ്പോൾ ഒരുപാട് അങ്ങനെ എടുത്തു പറയാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. മുണക്കുവിൻ്റെ ഹരി എന്നൊക്കെ പറഞ്ഞ ADs കുറേ പേരുണ്ട് പറയാനായിട്ട്. അപ്പം അത്രയും പേരിൽ ഞാൻ ചുരുക്കുന്നില്ല. എല്ലാവരുടെയും ടീം എഫർട്ടാണ് കുമ്മാട്ടിക്കളി. തീർച്ചയായിട്ടും എല്ലാവരും ഒരുമിച്ച് ഓൺ സ്ക്രീനും ഇതൊരു 1 മാൻ ഷോ അല്ല, ഓഫ് സ്ക്രീൻ തീർച്ചയായിട്ടും ഒരു 1 മാൻ ഷോ അല്ല. നമ്മളിവിടെ ഇരുന്ന് ബീച്ചിൽ ടോപ്പ് ലൈറ്റും എല്ലാം കൊണ്ട് വെയിലത്ത് എൻ്റെ സ്കിൻ കളർ ഒരു 3 ദിവസം കൊണ്ട് 3 ഷെയ്ഡായി മാറിയിട്ടുണ്ട്. നമ്മൾ ഫൈറ്റ് സീൻ പോയത് ഓൾമോസ്റ്റ് 13 hours a day ഷൂട്ട് ചെയ്തു. അങ്ങനെ 3 days അടുപ്പിച്ച് പോയാണ് ഒരു ഫൈറ്റ് സീൻ തീർത്തത്. അതേ ദിവസങ്ങളിൽ പ്രൊഡക്ഷൻ്റെ ആൾക്കാരും ഡയറക്ഷൻ അസിസ്റ്റൻസും ബാക്കി ആർട്ടിൻ്റെ ടീമും എല്ലാവരും അതേ വെയിലത്ത് നിന്ന് അതേ പണിയെടുക്കുകയാണ്. ഓൺ സ്ക്രീൻ അല്ല അവർ പണിയെടുക്കുന്നത്, അവർ ഓഫ് സ്ക്രീൻ എടുക്കുന്നത്. എല്ലാവരുടെയും ഡെഡിക്കേഷനും എല്ലാവരുടെയും എഫേർട്ടും എല്ലാവരുടെയും സാക്രിഫൈസും കൂടെ ഉണ്ടായ ഒരു സിനിമയാണ്. ലൈക്ക് എനി അതർ മൂവി, കുമ്മാട്ടിക്കളി അങ്ങനെ ഉണ്ടായ ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും ഓണത്തിന് ഒരു നല്ല മൂവി ആകട്ടെ ഇത്. പ്രേക്ഷകർ ഏറ്റെടുക്കട്ടെ ഈ സിനിമ. നമുക്ക് ഓണത്തിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ആ തൃശ്ശൂർ ഒന്ന് പിടിച്ചേ, സിനിമ തിയേറ്ററിലേക്ക് വേറെ ഒന്നും മാറില്ല, തൃശ്ശൂരിൽ പോകണം. ഓക്കെ, തൃശ്ശൂരിൽ തന്നെ പോകണം. അപ്പോൾ ഈ 13th മൂവി റിലീസാവാണ്. അപ്പോൾ ഓണത്തിന് പോയി കാണാൻ പറ്റിയ നല്ലൊരു മൂവി ആയിരിക്കും. അപ്പോൾ എല്ലാവരും പോയി കാണാം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം. എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം. താങ്ക് യു. Yes, thank you so much.